ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് വരാട്ടുമേടിൽ പാലൊഴുകുംപാറ വ്യൂ പോയിന്റിലാണ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നിതിനും ആതിരയുമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടത് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര ത്രില്ലിങ്ങും അതുപോലെ തന്നെ അഡ്വഞ്ചറസുമായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജിംനി, ടൊയോട്ട, ഫോർച്യൂണർ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള വണ്ടികൾ കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. ഭയങ്കര കുത്തനെ കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ വണ്ടികൾ വന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല, പക്ഷെ നല്ല രീതിക്ക് കുത്തനെ കിടക്കുന്ന റൂട്ടാണ്. അതുപോലെ തന്നെ കുറേ പാറയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ടഫാണ് അതിലൂടെ ട്രാവലിങ്. അപ്പോൾ നല്ല രീതിക്ക് മനോധൈര്യം ഉള്ളവർക്കൊക്കെ മാത്രമേ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മേലോട്ട് അല്ലാത്തവരൊക്കെ നടന്നു പോവാണ് ചെയ്യുന്നത്. ഭയങ്കര പാടുപെട്ടിട്ടാണ് എല്ലാവരും ഈ ട്രാവലേഴ്സൊക്കെ ആയിട്ടുള്ളവരാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിന്നതാണ്. ഇവരൊക്കെ കഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ കയറ്റുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മേളിലോട്ട് നടക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മേളിൽ വരെത്തി. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളി പ്ലേസ് അല്ലേ, നല്ല രസമുണ്ട്. ഫുള്ള് നല്ല സന്ധ്യയ്ക്ക് അതുപോലെ തന്നെ വെളുപ്പിന് നല്ലതായിരിക്കും അല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ വണ്ടിക്കാരെല്ലാം പോയത് രാവിലെ വന്നേ ആയിരിക്കും. ഇവിടെ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് പോയത് അവന്മാര്. അല്ല, ഇവിടെ വെയിലുണ്ടെങ്കിലേ ഒരു തണുപ്പുണ്ട് എപ്പോഴും. അവിടെ എല്ലാ ആളുകളും നിൽപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ. പാലൊഴുകുംപാറയിൽ കറക്റ്റ് ഓപ്പോസിറ്റ് വ്യൂ തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇതാണ് പാലൊഴുകുംപാറ. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. നമ്മൾ എത്രത്തോളം അത് കാണിക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ഇവിടെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഈ എക്സ്പീരിയൻസ് മനസ്സിലാവുന്നത്. എല്ലാവരും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒറ്റ ടൈം പിന്നീട് എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ സംശയമാണ്. കാരണം അത്ര കഷ്ടപ്പെട്ടാണ് എല്ലാവരും വരുന്നത് ഇവിടെ. ഒരു ടൈമെങ്കിൽ ഒരു ടൈം ഇവിടെ വരണം. നമ്മൾ താഴെ കണ്ട ബൈക്ക് ഓടിച്ച ചേട്ടന്മാർ തന്നെയാണ്. അപ്പം അവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അത്രയും ഒരു ഡിസ്റ്റൻസ് ബൈക്കിലൊക്കെ കവർ ചെയ്യുന്നത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. എങ്ങനെയുണ്ട് സുബി? ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വരണം അല്ലേ? കുറേ നാൾ ശേഷം നമ്മൾ റീസെൻ്റ്ലി ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലേസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി പോകുന്നവരും ശ്രദ്ധിക്കുക, നമ്മളായിട്ട് നമ്മൾ നേച്ചറിന് ഒരു ഹാമും വരുത്താത്ത രീതിയിൽ വേണം നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വിസിറ്റ് ചെയ്യുമ്പം ചെയ്യാൻ.
അപ്പം അങ്ങനെ നമ്മൾ ടോപ്പ് വരെ എത്തി. നല്ല വ്യൂ ആണ്, അടിപൊളിയാണ്. ഇനിയും പോകാനുണ്ട് കുറെ അങ്ങോട്ടല്ലേ? അങ്ങോട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പോവാം. അപ്പൊ നമ്മൾ ഇവിടെ വരെ സമയമില്ല. ഇനിയാണെങ്കിൽ തിരിച്ചു പോകാനും ഗ്ലാസ് ബ്രിഡ്ജ് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ സമയം അനുവദിക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം അല്ലേ? അപ്പം നമ്മളാ കണ്ട റോഡിൽ കൂടെ ഒക്കെ വന്നവരാണ് ഈ ബൈക്കിലൊക്കെ വന്നേക്കുന്നത്. അവരൊക്കെ സമ്മതിക്കണം അല്ലേ, ഇങ്ങ് ടോപ്പ് വരെ ബൈക്കും കൊണ്ട് വന്നേക്കുന്നത്. അപ്പം താഴോട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് ഒരു കടയിലൊക്കെ കയറി എല്ലാവരും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചൊന്ന് ക്ഷീണമൊക്കെ മാറ്റിന് അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴാണ് ഈ ഒരാളെ കണ്ടത്. ഞങ്ങൾ ആളുമായിട്ട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആളെല്ലാവരെയും കാണുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ടും നോക്കൊരു മൈൻഡില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകുവാണ്. അപ്പോൾ അവിടെ എന്താണ് സ്ഥിതി എന്നറിയില്ല. നമുക്ക് എൻട്രി കിട്ടുമോ, നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആദ്യമേ എൻട്രൻസിൽ പറഞ്ഞു ഇനി പോവണ്ട, ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷായിട്ടുള്ള ടൈമാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഹോപ്പ് വിടാതെ ഞങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തിയതാണ്, അതുകൊണ്ട് കണ്ടിട്ടേ പോത്തോളം എന്നുള്ളൊരു വാശിയിൽ ഞങ്ങളെല്ലാവരും പോയി. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് എന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമായിരുന്നു ഉള്ളത്. പക്ഷേ അവിടെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. നിയർലി 20 ഇതുപോലത്തെ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് പാരാഗ്ലൈഡിങ് ആണ്. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മുടെ ടൈം ആയിട്ടില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തു, നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം വാച്ച് ടവറിലേക്കാണ് ഈ പോകുന്നത്. സോ അവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമാണ്, നല്ല കോടമഞ്ഞും പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെയൊക്കെ കാണാം. എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ അകത്ത് കയറണമെന്ന്. എങ്ങനെയുണ്ട് മേരി എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്, നല്ല പ്ലേസ്, കിടില. അപ്പം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന് ടിക്കറ്റ് കിട്ടി. ടൈം 5:30 അല്ലേ? 5:20. അപ്പം അതുവരെ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. വ്യൂ ഒക്കെ നല്ലതുപോലെ ആസ്വദിക്കുകയാണ്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ, എല്ലാവരും ഇത് വന്ന് കാണണം. പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പേടി. കുറച്ചാളോടെ കഴിഞ്ഞിട്ട് നോക്കാം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതിനുള്ള സാഹചര്യം ഇല്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ നോക്കാം. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കും. 2 പേരുടെ ഒരുമിച്ചുള്ളതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒറ്റ 3 പേര് അങ്ങനെയുള്ളതുണ്ട്. ഇത് ഓരോരോ ആൾക്കാരാ, ഒരു ട്രെയിനറും ഇൻസ്ട്രക്ടറും പിന്നെ ഒരാളുമായിട്ട്. കുറച്ച് ധൈര്യം കൂടെ വന്നിട്ട് ചെയ്യാം. നോക്കാം. ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോവാ. ഇത് 3-4-5-6 നില ഉണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും മുകളിൽ ചെന്ന് അടിപൊളി വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. ഇതിനും ആതിരയും കൂടെ ഏറ്റവും മുകളിൽ ചെന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പാരാഗ്ലൈഡിങ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ്. എനിക്ക് കയറാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ട്. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ അവിടെ കൂടെ പോയിട്ട് പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാൻ നിന്നാൽ സമയം തികയത്തില്ല. പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പോഴത്തേക്ക് ഇതിനൊന്നിനും പറ്റില്ല, നമുക്ക് താഴെ ഇറങ്ങുകയും വേണം അതിന് മുന്നേ. അതുകൊണ്ട് അങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും കയറണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ നമ്മളുടെ ടൈം ആയിട്ടുണ്ട് ഇനി ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചാൻസ് വന്നു, ഞങ്ങളും കയറി. നല്ല രസമാണ് കേട്ടോ കാണാൻ.
പറയുന്നത് പോലെ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഈ നമ്മൾ താഴെ ഒരു കംപ്ലീറ്റ് കൊക്കയാണ്, നല്ല ഹൈറ്റുള്ളൊരു കൊക്കയുടെ മുകളിലാണ് ഇത് ഗ്ലാസ് ബ്രിഡ്ജ് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ജയന്റ് സ്വിങ്. അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും കയറേണ്ട ഒരു സ്വിങ് ആണ് കേട്ടോ. ശരിക്കും പേടിയാവും. നല്ല രീതിക്ക് പൊക്കിയിട്ട് ഒരൊറ്റ വിടലാണ് കേട്ടോ. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ വരുവാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് അവിടെ കണ്ട് നിന്ന് അതുപോലെ തന്നെ ഓരോ റൈഡിലും കയറാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് നമ്മുടെ സ്കൈ സൈക്ലിംഗ്. അതും അടിപൊളിയാണ്. നമുക്ക് അത്രയും ഒരു സ്കൈ കൂടി ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. നെക്സ്റ്റ് ടൈം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം, അഡ്വഞ്ചേഴ്സ് പാർക്കിന് വേണ്ടി മാത്രം വന്നിട്ട് അവിടെ ഫുള്ള് റൈഡ് കയറണം എന്നാണ് ഇനി അടുത്തൊരാഗ്രഹമുള്ളത്. കാണാൻ പറ്റി. ഒന്നും കാണില്ല. ഇപ്പം കയറുന്നവർക്ക് വളരെ നഷ്ടമാണ്. ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.